ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഹാൻചോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഇന്റർ കോണ്ടിനെന്റൽ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് മെയിൻ ആയിട്ടുള്ള കോൺഫറൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി ഭയങ്കര മനോഹരമാണ്. നിങ്ങൾ നോക്കിക്കേ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതൊക്കെ അവര് വെച്ചിരിക്കുന്നത് നോക്കി. ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അതിമനോഹരമായ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട്. ഞങ്ങൾ മെട്രോയിലാണ് ഇവിടെ എത്തിയത്. അപ്പൊ ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ വരുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഒരേ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് ഒരു അപ്പാപ്പനും അമ്മാമ്മയൊക്കെ അവിടെ വന്ന് ഇരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് വരുന്ന ഹസ്ബൻഡിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ വയസ്സായ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ, നമ്മുടെ മക്കളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുവാവേൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ ആ കുഞ്ഞുവാവേനെ എടുത്ത് കുഞ്ഞുവാവയുടെ കൂടെ ഇരുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയൊക്കെ. ഇവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ, നമ്മളെ കാണുമ്പം നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു സ്റ്റാറാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോകുന്നത് പോലെയല്ല, ഈ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ ഇവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അത് തന്നെയല്ല, ഇവർക്ക് ഫോട്ടോ എടുക്കാൻ വരുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവര് നമ്മുടെ കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ഫോട്ടോ എടുക്കുന്നതിലൊന്നും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞാവെ വിളിച്ചിട്ട് കുഞ്ഞാവ് വരുന്നില്ല, കുഞ്ഞാവക്ക് ചൈനീസുകാരെ പിടിച്ചുപോയി. അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷമായി. അവര് കുഞ്ഞാവേനെയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച് കുറച്ചു നേരം കുഞ്ഞാവേനെ അവര് കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവരും വന്നിരുന്ന് ചില്ല് ചെയ്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചൈനീസുകാർക്കും ഭയങ്കര സന്തോഷമായി. അവർക്കൊരു ഇന്ത്യൻ കുട്ടീനെ കണ്ടതിന്റെ ഒരു സന്തോഷം. കണ്ടോ, കൊച്ചു വരുന്നേയില്ല ഞങ്ങളുടെ കൂടെ. ഇവർക്ക് കണ്ണ് കണ്ടിട്ട്, കുട്ടിയുടെ കണ്ണ് കണ്ടിട്ട് അവർക്ക് എന്തൊരു സന്തോഷാണെന്നോ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് നോക്കിക്കേ, വയസ്സായ കുറെ ആൾക്കാരാണ്. അവര് വന്ന് സെൽഫി എടുക്കുന്നത്, ഞങ്ങളോട് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കുന്ന. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ആൾക്കാർ പറയും, ഓ ഞങ്ങളുടെ ഫോട്ടോയോ, ഞങ്ങൾ അങ്ങ് കുഴിയിലോട്ട് എടുക്കാനായി എന്നൊക്കെ പറയും. ഈ അമ്മച്ചീനെ നിങ്ങൾ നോക്കിക്കേ, ഈ അമ്മച്ചി വീൽ ചെയറിലാണ് കേട്ടോ വന്നത്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ അത് കണ്ടില്ലേ, വീൽ ചെയറിൽ വന്നിട്ട് ഈ അമ്മച്ചി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. അമ്മച്ചിയുടെ മകന് ഉന്തിക്കൊണ്ടാ വന്നത്. അപ്പൊ അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അന്നപ്പം ഞാൻ നമ്മുടെ നാട്ടിലുള്ളവരെയാണ് ശരിക്കും വിചാരിച്ചത്. നമുക്കൊരു 10-40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വയസ്സായി, ഇനി നമ്മുടെ ഫോട്ടോ എന്തിനെടുക്കാനാണ് എന്നൊക്കെ ഉള്ളൊരു മൂഡിലോട്ട് ആൾക്കാരങ്ങ് മാറൂലേ. ശരിക്കും അങ്ങനെയൊന്നും ആവരുത്. നമുക്ക് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യുക, അല്ലേ? ഇവരെ കണ്ടുപഠിക്കണം. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ നമുക്ക് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു വാവ നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ക്യൂട്ട് വാവ അല്ലേ? അവനെന്നെ കണ്ടപ്പോൾ സന്തോഷമായി. തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ ചൈനീസ് ടൂർ വന്ന ആൾക്കാർ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ടും കാണാം. ഇതിൻ്റെ പുറകിലുള്ള വ്യൂസ് എനിക്ക് നിങ്ങളെ പരമാവധി കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടാൻ പറ്റില്ല. ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്റ്റേഡിയം. ഞങ്ങൾ അവിടോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ ആ ഒരു കാഴ്ചകളും കൂടെ കാണിച്ച ഏഷ്യൻ ഗെയിംസ് നടന്ന സ്റ്റേഡിയം ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് ശരിക്കും എനിക്കിതിൻ്റെ ബ്യൂട്ടി അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം വെയിലായതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇതുകൊണ്ടല്ലേ, ഔട്ട്ലെറ്റുകളും ഒരുപാടുണ്ട്. എല്ലാ ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റുകൾ ഇതിൻ്റെ താഴ്ഭാഗത്തുണ്ട്. അപ്പം ഞങ്ങൾ അവിടോട്ടും പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അവിടെ പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹവും എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കാനഡയിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പക്ഷേ ചൈനക്കാരിൽ നിന്ന്
നമുക്കെപ്പോഴും ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും തരുന്ന ഒരു ആൾക്കാരായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളൂ. അവർ നമ്മളെ ചേർത്ത് നിർത്തും. അവർ ശരിക്കും നമ്മൾ ഇന്ത്യക്കാരാണെന്നോ അങ്ങനെ ഒന്നും ഇല്ല. ശരിക്കും ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അങ്ങനെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഗോൾഡൻ ഗ്ലോബ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു സണ്ണിൻ്റെ ആകൃതിയിലാണ് കേട്ടോ ആ ഒരു ബിൽഡിംഗ് ഉള്ളത്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബ്യൂട്ടി ഒന്നും എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റിയില്ല, സോറി. ഇപ്പം അടുത്ത് ഞങ്ങൾ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഇത് നോക്കിക്കേ എന്ത് രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലിങ്ങനെ കുട്ടികൾക്ക് വന്നിരുന്ന് ആ ചെയറിൽ ഇങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻഫോർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ശ്യാമ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിനുള്ള ആൻസേഴ്സും ABC അങ്ങനെ ആൻസേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് ചൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വിസ് നടത്തുന്ന പോലെ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻഫോർമേഷനൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇവിടെ ഇങ്ങനെ കോൺഫറൻസ് ഹാള് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് പോയി ഇരിക്കുന്നതിനൊന്നും അവിടെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പൂവല്ലേ, വെന്തിപ്പൂവാടാ ഇത്. നമ്മുടെ നാട്ടിലുള്ള വെന്തിപ്പൂവാണ്. പക്ഷെ അതെന്ത് ഭംഗിയാ. അത് സീനിയ എന്ന് പറഞ്ഞൊരു പൂവ്, അതറിയോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ട്. എന്താണത്? എന്താണ് സുഹൃത്തുക്കളെ അത്? എന്താണ് ഇവരുടെ ഇതിനെ കുറിച്ചിട്ടുള്ള കണ്ടോ? ഓരോ അല്ലെ ഇവിടെ ഈ ഇതിന്റെ സെന്ററാണ്, മീറ്റിംഗ് നടക്കുന്ന സെന്റർ. അതെ, ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മോദിജി വന്നിട്ടുണ്ടെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ആ കാണുന്ന ഗോൾഡൻ ബിൽഡിംഗിൽ വെച്ചിട്ടായിരിക്കും മീറ്റിംഗ് നടത്തുക, അല്ലേ? അല്ലേടി? ഹാൻജോയിൽ വരുന്നവരെല്ലാം മീറ്റിംഗ് നടത്തുന്ന സ്ഥലം ഇതാണ്. കോൺഫറൻസ് സെന്റർ. സണ്ണ് ഗോൾഡൻ ഗ്ലോബ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് വിദേശികളായിട്ടുള്ള ആൾക്കാരും വരലുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങളൊരു വർക്കിംഗ് ഡേയിലാണ് ഇവിടെ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരെ കാണാത്തത്. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ എപ്പോഴും വരുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. രാത്രിയിലാണ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും ഞങ്ങൾക്ക് പിന്നെ തിരിച്ചു പോകേണ്ടത് കൊണ്ട് രാത്രിയിലൊന്നും ഞങ്ങൾ നിന്നില്ല. ഇത് കണ്ടില്ലേ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെയൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് എത്ര ഭംഗിയായിട്ടാണ് ചൈനയിലെ ഓരോ സ്ഥലങ്ങളും ഇവർ സൂക്ഷിക്കുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണ്. ഇത് കണ്ടില്ലേ, എല്ലാ സ്ഥലങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിടും. ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ടാവും കേട്ടോ. വളരെ മനോഹരമാക്കിയാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയാലും എവിടെ വേണേലും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സേഫുമാണ്. അങ്ങനെ നമുക്ക് എവിടെ വേണേലും പോയി നടന്ന് കണ്ട് കണ്ടില്ല, മൊത്തത്തിലുള്ളൊരു വ്യൂ കണ്ടില്ല, എന്ത് അടിപൊളിയാണെന്ന് നോക്കിക്കേ. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാട്ടോ. ഈ ഒരു സൈഡ് മൊത്തം വലിയൊരു ലേക്കാണ്. ഇത് കണ്ടില്ലേ, എത്ര വലുപ്പമുള്ള ലേക്കാണെന്നറിയോ? അപ്പോൾ ആ ലേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരം വന്നിങ്ങി ഇരുന്ന് ലൈറ്റിംഗ് ഒക്കെ ആസ്വദിച്ച് നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭംഗി വെയിലായതുകൊണ്ട് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റാത്തതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല അവിടെ ഫുള്ള് ഔട്ട്ലെറ്റുകളാണെന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്ന് നോക്കിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഔട്ട്ലെറ്റുകളുടെ ഒരു ലോകം. ഏതെല്ലാം ബ്രാൻഡുകൾ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ബ്രാൻഡുകളും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ബ്രാൻഡഡ് മാത്രം മേടിക്കുക. ചില ആൾക്കാരുണ്ടല്ലോ ബ്രാൻഡഡ് മാത്രമേ മേടിക്കുകയുള്ളെന്ന്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ഹാൻജോയുടെ ഹൃദയഭാഗത്ത്. ശരിക്കും ഔട്ട്ലെറ്റുകളുടെ എല്ലാ ഔട്ട്ലെറ്റും ഉണ്ട്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. എനിക്കതിനകത്ത് പരിചയമുള്ള വളരെ കുറച്ച് ബ്രാൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങനെ ബ്രാൻഡഡ് ഷോറൂമുകളെല്ലാം കണ്ടു. ഞങ്ങളതിൽ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല. ഇത് ഒരു ബ്രാൻഡഡ് ബാഗിൻ്റെ ഷോറൂമാണ്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കയറി കണ്ടു, ആസ്വദിച്ചു. അതിന് പൈസ കൊടുക്കണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു സാധനം മേടിച്ചായിരുന്നു അവിടെ നിന്ന്, ഒരു ബ്രാൻഡഡ്. പക്ഷെ ഒരുപാട്
കേൾക്കാത്ത ബ്രാൻഡുകളും കാണാത്ത ബ്രാൻഡുകളും അതിൻ്റെ ഒക്കെ വിലയൊക്കെ കേട്ട് ഞെട്ടിപ്പോയി ഗൈസ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വിലയല്ലേ. ചില ബ്രാൻഡുകളുടെ എല്ലാം ഷോപ്പിൽ പോയപ്പോൾ അതിൻ്റെ വില കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇത് അവിടെ കാണുന്ന റോഡാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ ചൈനയിലെ റോഡുകൾ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പൊടിയെങ്കിലും കാണാൻ പറ്റുമോ? ഇത് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് നമ്മൾ ഇത് നോക്കി, ഇത് നമ്മുടെ ഈ കാണുന്ന ചെടി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. പക്ഷെ അത് എത്ര സുന്ദരമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കുക. അതുപോലെ ഈ സൈഡിൽ കാണുന്ന റോഡ് 2 വീലേഴ്സിന് മാത്രം സഞ്ചരിക്കാനുള്ള റോഡാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതാ ഇവിടെ 2 വീലറിന് മാത്രം പോകാൻ വേണ്ടിയുള്ള റോഡാണ്. അപ്പോൾ ഇതുപോലെ ചൈനയിലെ എല്ലാ റോഡുകളിലും 2 വീലേഴ്സിന് മാത്രം സഞ്ചരിക്കാനുള്ള ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സേഫാണ് 2 വീലറിലുള്ള യാത്രകൾ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു റോഡിൻ്റെ വ്യൂ. ഒരു ടിഷ്യൂ പേപ്പർ പോലും ഒരിടത്തും കാണത്തില്ല. ഇതുപോലെ നീറ്റായിരിക്കും ചൈനയിലെ എല്ലാ ഭാഗങ്ങളിലെയും റോഡ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ റോഡ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇത് വ്യത്യസ്തമാർന്ന വേറൊരു റോഡുമാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ചൈനയിലെ എവിടെ നോക്കിയാലും ഇതുപോലെ ക്യാമറ ആയിരിക്കും. എവിടെ നോക്കിയാലും ക്യാമറകളുടെ കളിയായിരിക്കും. അതുകൊണ്ട് തന്നെ ചൈനയിലെ എല്ലാ സ്ഥലങ്ങളും സേഫായിട്ട് നമുക്ക് എവിടെ കൂടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുണ്ടല്ലേ മൊത്തം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടല്ലേ. ഈ മരങ്ങൾക്കെല്ലാം സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കേട്ടോ. ഇത് മരങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്താക്കുന്നുണ്ടോ? കാരണം എന്താ വെച്ചാൽ ഇവര് ഓൾമോസ്റ്റ് വലിപ്പം വെച്ച മരങ്ങളാ കൊണ്ടുവന്ന് നടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അടിവേരധികം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചൈന വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇവിടെ നിന്നും ഞങ്ങൾ പോയത് സ്റ്റേഡിയത്തിലോട്ടാണ്. അപ്പോൾ ആ സ്റ്റേഡിയത്തിലെ ഒരുപാട് അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലോങ് ആകുമോ എന്നുള്ളത് കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അതെല്ലാം ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.